ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. കോർഡിനേറ്റ് ജോമെട്രി ആണ്. അതിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ആൻസർ ചെയ്യും. മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ രണ്ട് പാർട്ടാക്കുന്നുണ്ട്. ഏകദേശം 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 50ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാർട്ട്, അടുത്ത 25 ക്വസ്റ്റ്യൻസിൻ്റെ മറ്റൊരു പാർട്ടായിട്ട് നമ്മൾ അത് രണ്ട് സെഷനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രിഫറൻസ്, ഏറ്റവും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ നിന്ന് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതേ കോൺസെപ്റ്റിലുള്ളത്. നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്, കുറേ അതുപോലെ ഇനിയും റിപ്പീറ്റ് ചെയ്യും, ഇനിയും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന് പകരം വേറെ പുറത്തുള്ള ഗൈഡ്സുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കാര്യം, ഒരുപാട് ചവറ് പോലെ ഗൈഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഒരിക്കലും ചോദിക്കാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. അതുകൊണ്ടാണ് പണ്ട് പോലെ ടീച്ചേഴ്സ് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിക്കുക. നമ്മളും അങ്ങനെ തന്നെ അതിൽ ഫോക്കസ് ചെയ്യാണ്, വേറെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോർഡിൽ വന്നിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് 40 ഫ്രം ദി എക്സ് ആക്സിസ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 40 എവിടെ വരും? 40 this is x axis, this is y axis. 40 0 1 2 3 4 40. ഇതിന്റെ ഓർഡിനേറ്റ് 0 ആയതുകൊണ്ട്, y കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് ഈ പോയിന്റ് ആണ് 4,0. അപ്പോൾ ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് 40 ഫ്രം ദി എക്സ് ആക്സിൽ, അത് എക്സ് ആക്സിൽ തന്നെയാണല്ലോ. എക്സ് ആക്സിസിൽ തന്നെയുള്ള ഒരു പോയിന്റിന്റെ ഡിസ്റ്റൻസ്, എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ആ പോയിന്റ് എക്സ് ആക്സിൽ തന്നെയല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ്, എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് എ -3 4 ഫ്രം എക്സ് ആക്സിസ്. ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. അപ്പോൾ ഇത് നമുക്ക് 0 -1 -2 -3 -1 -2 -3 -4 ഇവിടെ വരും. അപ്പോൾ -3 -4 എന്ന് പറയുമ്പോൾ എവിടെ വരും? ഈ പോയിന്റ്, ദിസ് പോയിന്റ് ഈസ് -3 -4. അപ്പോൾ ഇത് എക്സ് ആക്സിസ്, ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് എ -3 ഫ്രം ദി എക്സ് ആക്സിസ്. അപ്പോൾ അതിന്റെ ഓർഡിനേറ്റ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ്, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം 4 ആണ്. നെഗറ്റീവ് എടുക്കരുത്, സൈൻ നെഗ്ലക്ട് ചെയ്യുക, ഡിസ്റ്റൻസ് മാത്രം മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ആണ്. സോ ദ ആൻസർ ഈസ് 2. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ദിസ് ഇസ് ദ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് 47 ഫ്രം ദി എക്സ് ആക്സിസ്. എപ്പോഴും ഓർഡിനേറ്റ് എടുത്താൽ മതി കേട്ടോ. എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഓർഡിനേറ്റ്, അതാണ് ലോജിക്. എക്സ് വൈ. അപ്പോൾ 0 1 2 3 4 5 1 2 3 4 5 6 7. അപ്പോൾ ഈ പോയിന്റ് എവിടെ വരും? 4 7 അല്ലേ. 4 ഇവിടെ, എക്സ് ആക്സിൽ 4 7 ഇവിടെ. അപ്പോൾ 4 7 ഇവിടെ വരും. ദിസ് ഇസ് ദ പോയിന്റ് 4,7 ഫ്രം ദി എക്സ് ആക്സിസ്. ഇതിന്റെ ഓർഡിനേറ്റ് ഈ ദൂരമാണ്. the distance of the point 47 from the x axis, that is 7 units. Option 1 is the answer. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് -17 ഫ്രം ദി എക്സ് ആക്സിസ് എന്തായിരിക്കും? ഓർഡിനേറ്റ് നോക്കിയാൽ ഇപ്പൊ പഠിച്ച പോലെ തന്നെ ഓർഡിനേറ്റ് എത്രയായിരിക്കും? ഫ്രം ദി വൈ ആക്സിസ് ആണെങ്കിൽ നിങ്ങൾ ആപ്സിസ് എക്സ് കോർഡിനേറ്റ് എടുക്കുക. ഫ്രം ദി എക്സ് ആക്സിസ് ആണെങ്കിൽ ഓർഡിനേറ്റ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ ഓർഡിനേറ്റ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് 7 ആണ്. 7 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ ലൈൻ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു അതിൻ്റെ ഫിഗർ ഒന്ന് അറിയാം നിങ്ങൾ, ഫിഗർ ഒന്ന് അറിയാം. ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ്, ഈ പോയിന്റ് ഇത് എ ആണെങ്കിൽ ഇത് A,0 ആണ്, ഇത് എക്സ് ഇന്റർസെപ്റ്റ് ആണ്, ഇത് ബി ആണെങ്കിൽ ഇത് 0,B ആണ്. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് എക്സ് ബൈ എ പ്ലസ്, ഇത് മനസ്സിലാക്കിയിരിക്കണം, എക്സ് ബൈ എ ഇത് ഒറിജിൻ ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ ലൈൻ. അപ്പോൾ ഇതാണ് ആ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ഇതാണ് ഒ എ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പോൾ ഈ ദൂരം എ ആണ്, ഈ ദൂരം ബി ആണ്. ഏരിയ കാണാനുള്ള ഫോർമുല ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എ ആണ്, ഓൾട്ടിറ്റ്യൂഡ് ബി ആണ്. ഹാഫ് എ ബി ഇസ് ദി ആൻസർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. എക്സ് ആക്സിസ് എ 0-യിലൂടെയും വൈ ആക്സിസ് 0B അത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസ് എ ആയിട്ട് മാറും, ഇത് ബി ആയിട്ട് മാറും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അത് ഹാഫ് ബി എച്ച് ആണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്, ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ബി, ഹാഫ് എ ബി. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Assertion point 0 is the point of intersection y axis with the line 3x plus 2y equal to 4. അപ്പോൾ ഇത് റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. എക്സ് ആക്സിസ് വൈ ആക്സിസ്, ഈ ലൈൻ 3x plus 2y equal to 4. ഇവിടെ y 0 ആണെങ്കിൽ 3x is equal to 4 വരും, x is equal to 4/3 എന്ന് വരും. അപ്പോൾ 4/3, 0 അത് പാസ് ചെയ്യും. ഇനി x 0 ആണെങ്കിൽ 2y equal to 4 വരും, y equal to 2 വരും. അപ്പോൾ 0,2 പാസ് ചെയ്യും. അപ്പോൾ 4/3 നമുക്ക് ഇതാണെന്ന് വിചാരിക്കാം, 4/3, 0. 0,2 നമുക്ക് ഇവിടെയാണെന്ന് വിചാരിക്കാം, ഇത് 0,2. അപ്പോൾ ആ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും, ഇതിലൂടെ പാസ് ചെയ്യും. പോയിന്റ് 02 ഈസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് വൈ ആക്സിസ് ആണല്ലോ, നമുക്ക് 02 കിട്ടിക്കഴിഞ്ഞൂടാ. പോയിന്റ് 02 ഈസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് വൈ ആക്സിസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് വിത്ത് ദ ലൈൻ 3x plus 2y. അപ്പോൾ അസർഷൻ ഏതായാലും കറക്റ്റ് ആണ്. ഓൾസോ ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് P02 ഫ്രം എക്സ് ആക്സിസ് ഇസ് 2 units. ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ 2 units ആണ്, ഓർഡിനറി 2 അല്ലേ, 2 units ആണ്, അതും കറക്റ്റ് ആണ്. പക്ഷേ ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല, രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്, രണ്ടും ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. So both assertion A and are true, but reason R is not the correct explanation of assertion A. Option 2 ആണ് ആൻസർ. Option 2 is the answer. ഇതാണ് അതിന്റെ മെത്തേഡ്. Option 2 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ ആണല്ലോ അല്ലേ? The line represented by 4x minus 3y equal to 9 intersect the y axis at y axis ആക്സിസ് എക്സ് 0 ആയിരിക്കും എപ്പോഴും. അപ്പോൾ എക്സിന് നിങ്ങൾ 0 കൊടുക്കുക. അപ്പോൾ -3y = 9, y = -3. അപ്പോൾ എന്തായിരിക്കും, എക്സ് 0 വരുമ്പോൾ y -3 ആണ്, എക്സ് 0 വരുമ്പോൾ അപ്പോൾ എക്സ് ആക്സിന് y 0 ആയിരിക്കും, അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ 0,-3 is the answer. This is the answer. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ABC is a rectangle whose whose 3 vertices are 0, 2, 0, 0, B4. The square of the length of the diagonal is equal to. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റഫ് ഫിഗർ വരയ്ക്കാം, എൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും പറയണം.
ദിസ് ഈസ് എക്സ് ആക്സിസ് വൈ ആക്സിസ്. 0 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. A02 ഇതാണ് 02 എന്ന് വിചാരിക്കാം. വൈക്ക് അത് വൈ ആക്സിൽ വരും. പിന്നെ B40 ഇവിടെ വരും. ദിസ് ഈസ് ബി, ദിസ് ഈസ് എ, ദിസ് ഈസ് 0. OABC is a rectangle whose 3 vertices are. 3 vertices ആണത്. യെസ്, 3 vertices ആണത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ ഇസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വൺ ഓഫ് ദ ഡയഗണൽ. ഓക്കെ, അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? AB സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ ലെങ്ത് കാണാനുള്ള ഫോർമുല എന്താ? x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇതാണ് ലെങ്ത് കാണാനുള്ള ഫോർമുല. സ്ക്വയർ ആയതുകൊണ്ട് റൂട്ട് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് x1 y1 എന്നും ഇത് x2 y2 എന്നും വിചാരിക്കാം. അപ്പോൾ 4 മൈനസ് 0 സ്ക്വയർ പ്ലസ് 0 മൈനസ് 2 സ്ക്വയർ ഈക്വൽ ടു 16 plus 4 equal to 20. 20 units. 20 is the answer. 20 is the answer. Okay. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 20 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The point on x-axis which is equidistant from the point 5 minus -3 and 4 2 is. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്, എക്സ് ആക്സിലൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് x,0 എന്ന് എടുക്കാം. വിച്ച് ഈസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദ പോയിന്റ്സ് 5 minus 3 4 2. 5 minus 3 ഈ ദൂരവും ഇത് മറ്റൊരു പോയിന്റ് 4 2 ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ പോയിന്റ് നമുക്ക് ഇത് എ, ഇത് ബി, ഇത് സി ആണെന്ന് വിചാരിക്കാം. ഈക്വിഡിസ്റ്റന്റ് ആണെന്ന് പറയണ്ട. അപ്പോൾ ഈക്വിഡിസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. പോയിന്റ് ഓൺ എക്സ് വിച്ച് ഇസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദ പോയിന്റ് 5 minus 3. അപ്പോൾ എന്ന് പറഞ്ഞാൽ എ ബിയും എ സിയും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയറുമാണ്. ഇതാണ് സംഭവം. അപ്പോൾ എ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതാണ് എ ബി. എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് -3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 20 സ്ക്വയർ ചെയ്താൽ മതി. പ്ലസ് ഇത് 9 ആണ്. ഇത് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 16 പ്ലസ് 4. എക്സ് സ്ക്വയർ കട്ടായി പോയി. അപ്പോൾ നമുക്ക് പിന്നെ കട്ടായി പോകുന്നത്, അപ്പോൾ ഇത് -10x പ്ലസ് 34 ഈക്വൽ ടു -8x പ്ലസ് 20 എന്ന് എഴുതാം. ഇതങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ 34 മൈനസ് 20 ഈസ് ഈക്വൽ ടു 10x മൈനസ് 8x. ഇത് 2x ആണല്ലോ. 2x ഈസ് ഈക്വൽ ടു 14. x ഈസ് ഈക്വൽ ടു 7. x 7 ആകുമ്പോൾ ഇവിടെ എക്സിന് 7 കൊടുത്താൽ 7,0. എ എന്ന് പറയുന്ന പോയിന്റ് 7,0. സോ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ 2 ആണ് ആൻസർ. മനസ്സിലായല്ലോ അല്ലേ? ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈക്വിഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിലെ പോയിന്റ് പൈ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക. പിന്നെ ബിയും സിയും തന്നിരിക്കുന്ന പോയിന്റ് ആയിട്ട് എടുക്കുക. അത് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ്സ് 3 -5 ആൻഡ് x -5 is 50 units, then the value of x. യെസ്, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഡിസ്റ്റൻസ് 15 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് x1 y1, ഇത് x2 y2 എന്ന് വിചാരിക്കാം. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് അല്ലേ. നമുക്ക് ഇത് പോയിന്റ് എ,
ഇത് ബി എന്നും വിചാരിക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് കാണും. ദിസ് ഈസ് 15 എന്നാണ് തന്നിരിക്കുന്നത്. ദിസ് ഈസ് 15. ഓക്കെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് -3 -y x മൈനസ് 15 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സ്കോറിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ 225 ആണ്. സ്കോറിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ x2 എന്ന് പറഞ്ഞാൽ ഇതാണ്, x ആണ്. x മൈനസ് x1 3 ആണ്. ഹോൾ സ്ക്വയർ പ്ലസ് y2 -5 ആണ്. അത് -5 തന്നെയാണ്. ഈക്വൽ ടു 225. ഇത് കട്ടായി പോയി, ഇത് 0 അല്ലേ. അപ്പോൾ x മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 225 എന്ന് വരും. x മൈനസ് x1. അപ്പോൾ x സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ഈസ് ഈക്വൽ ടു 225 എന്ന് വരും. 225 എന്ന് വരും. അപ്പോൾ നമുക്കത് x സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 മൈനസ് 225 ഈക്വൽ ടു 0. x സ്ക്വയർ മൈനസ് 6x. x square minus 6s 225 9 minus 225 ആണ്. അപ്പോൾ എന്തായാലും മൈനസ് വരും. ദാറ്റ് ഈസ് 216 വരും. 216 ഈക്വൽ ടു 0 വരും. 216 ഈക്വൽ ടു 0 വരും. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോൾവ് ചെയ്യുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് അല്ലെങ്കിൽ മറ്റൊരു രീതി ചെയ്യാം. ഇത് ഒരു ഷോർട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. x മൈനസ് 3 ഹോൾ സ്ക്വയർ 225 അല്ലേ. അപ്പോൾ x മൈനസ് 3 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 225 വരും. x മൈനസ് 3 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 15 വരും കേട്ടോ. അപ്പോൾ x മൈനസ് 3 ഈസ് ഈക്വൽ ടു 15. x മൈനസ് 3 ഈസ് ഈക്വൽ ടു മൈനസ്. ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട്. അപ്പോൾ x ഈക്വൽ ടു -3 ഇങ്ങോട്ടേക്ക് വന്നാൽ 18 ആവും. x ഈക്വൽ ടു -3 ഇങ്ങോട്ടേക്ക് വന്നാൽ +3 ആവും. അപ്പോൾ -12 വരും. 18 ആൻഡ് -12. 18 ആൻഡ് -12. അപ്പോൾ ഈ മെത്തഡിൽ ചെയ്യേണ്ട. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട കേട്ടോ. ഇത് വേണ്ട. ടൈം കൺസ്യൂമിങ് ആണ്. ആൻസർ കിട്ടും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇത് ഈ മെത്തേഡ് വേണ്ട. ഡയറക്റ്റ് ആയിട്ട് ഈ ആൻസർ. പക്ഷെ നിങ്ങൾ പ്ലസ് ഓർ മൈനസ് എടുക്കാൻ മറന്നു പോകരുത്. പ്ലസ് ഓർ മൈനസ് എടുക്കാൻ മറന്നു പോയാൽ നമുക്ക് അത് തെറ്റിപ്പോകും. ഇവിടെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലസ് ഓർ മൈനസ് വരും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ. ഓക്കെ. ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇടാൻ മറക്കരുത്. അതാണ് പ്രശ്നം. അങ്ങനെ മറന്നാൽ തെറ്റിപ്പോകും. ഓക്കെ. അപ്പോൾ x ഈക്വൽ ടു -12, x ഈക്വൽ ടു 18. ദാറ്റ് ഇസ് ദ ആൻസർ. ദാറ്റ് ഇസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ്. അത് ഈസി ആണല്ലോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാവുന്നത് പി ക്യു ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോർമുല x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആണ്. x1 y1 x2 y2. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -2/3 മൈനസ് x മൈനസ് 11/3 സ്ക്വയർ പ്ലസ് y2 5 മൈനസ് 5 സ്ക്വയർ. അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. ഈക്വൽ ടു റൂട്ട് ഓഫ് -2/3 പ്ലസ് 11/3 സ്ക്വയർ എന്നാവും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9/3 സ്ക്വയർ ആവും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ ആവും. 3 യൂണിറ്റ്. പ്ലസ് ഓർ മൈനസ് എടുക്കണം. ഈ ഡിസ്റ്റൻസ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. അപ്പോൾ 3 യൂണിറ്റ്സ് കേട്ടോ. 3 ഈസ് ദി ആൻസർ. 3 യൂണിറ്റ്സ് ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് -68 ഫ്രം ദി ഒറിജിൻ. ഒറിജിൻ അല്ലേ. അപ്പോൾ 0 0യും -68 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് പറയുമ്പോൾ 0 -6 സ്ക്വയർ പ്ലസ് 0 -8 ഹോൾ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 36 പ്ലസ് 64 റൂട്ട് 100 10 യൂണിറ്റ്സ്.
10 units. Option 4 is the answer. Option 4 is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോയിന്റ്സ് -40, 40 ആൻഡ് 03 ആർ ദ വെർട്ടിസസ് ഓഫ് എ. അപ്പോൾ നമുക്കൊന്ന് റഫായിട്ട് ഫിഗർ വരച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോർമുലയൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. എക്സ് ആക്സിസ്, y ആക്സിസ്. അപ്പോൾ 0, 1, 2, 3, 4, -1, -2, -3, -4, 1, 2, 3, 4. -40 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആണ്, 40 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആണ്, 03 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരും, ഇതേപോലെ വരും, ഇതേപോലെ വരും. അപ്പോൾ ഇതെന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഏതായാലും ഈക്വലാറ്റർ ആവില്ല, ഈക്വലാറ്റർ ആവില്ല എന്തായാലും. കാരണം ഇത് 80 യൂണിറ്റ്സ് വരും, ഇതൊരിക്കലും 80 യൂണിറ്റ്സ് വരില്ല. പിന്നെ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഇതും ഇതും ഈക്വൽ ആയിരിക്കും, ഇതും ഇതും ഈക്വൽ ആയിരിക്കും, രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഐസോസെലസ് ആണ്, ഐസോസെലസ് ട്രയാങ്കിൾ. റഫ് ഫിഗർ വരച്ച് നോക്കിയാലും മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് എ, ഇത് ബി, ഇത് സി എന്ന് എടുക്കാം, എ ബി കണ്ടുപിടിക്കാം, ബി സി കണ്ടുപിടിക്കാം, എ സി കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടെണ്ണം ഈക്വൽ, മൂന്നും ഈക്വൽ ആണെങ്കിൽ ഈക്വലാറ്ററൽ ആണ്, രണ്ടെണ്ണം തുല്യമാണെങ്കിൽ ഐസോസെലസ് ആണ്, മൂന്നും ഡിഫറെൻ്റ് ആണെങ്കിൽ സ്കെയിലർ ആയിരിക്കും. ഓക്കെ. പിന്നെ പൈത്തഗോറസ് റൂൾ ശരിയാവുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ അത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ. അങ്ങനെയും ചെയ്യാൻ വേണമെങ്കിൽ, ഞാനിപ്പോൾ ഫിഗർ വരച്ചാണ് ചെയ്തത്. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയല്ലേ. ഇത് എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്. ഈ അപ്പോൾ എക്സ് ആക്സിൽ ഒരു പോയിന്റ് നമുക്ക് x,0 എന്ന് എടുക്കാം. ഫ്രം ദ പോയിന്റ് പി നമുക്ക് 5,0, Q -1, 0. The point on x axis equidistant from the points P50, P50 and Q -1. ഈ പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിൽ തന്നെ വരും കേട്ടോ. പി എന്ന് പറയുന്ന പോയിന്റും എക്സ് ആക്സിൽ തന്നെ വരും. അപ്പോൾ അപ്രോക്സിമേറ്റ് നമുക്ക് ഇവിടെ വിചാരിക്കും 5,0. ഇത് ക്യൂ. അപ്പോൾ നാം നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഈക്വി ഡിസ്റ്റൻസ് ആകുമ്പോൾ ഇത് പി അല്ലേ, ഇത് നമുക്ക് എ ആണെന്ന് വിചാരിക്കാം. എ പി ഈക്വൽ ടു എ ക്യു ആണ്, എ പി സ്ക്വയർ ഈക്വൽ ടു എ ക്യു സ്ക്വയർ ആണ്. അപ്പോൾ എ പി ആകുമ്പോൾ x-5 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ ക്യു ആകുമ്പോൾ x - x+1 സ്ക്വയർ പ്ലസ് 0 - 0. അതും എക്സ് ആക്സിൽ തന്നെ പോയിന്റ് ആണ്, അതും എക്സ് ആക്സിലെ പോയിന്റ് ആണ്. ഇവിടെ വരച്ചാൽ മതി കേട്ടോ. ഇതും എക്സ് ആക്സിലെ തന്നെ പോയിന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് x-5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു x+1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x² - 10x പ്ലസ് 25 ഈക്വൽ ടു x² പ്ലസ് 2x പ്ലസ് 1 എന്ന് എഴുതാം. x² കട്ടായി പോയി. അപ്പോൾ 25 - 1 ഈക്വൽ ടു 10x പ്ലസ് 2x എന്നായി. 12x ഈക്വൽ ടു 24 ആണ്. x ഈസ് ഈക്വൽ ടു 2. x ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 2,0. x 2 ആണെങ്കിൽ 2,0 ഈസ് ദി ആൻസർ. 2,0 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, the x coordinate of a point P is twice y coordinate. P is equidistant from, P എന്ന് പറയുന്ന
point, x coordinate of the point P is twice the x coordinate of a point P is twice its y coordinate. അപ്പോൾ y coordinate നമുക്ക് y ആണെങ്കിൽ x coordinate 2y ആയിരിക്കും. P is twice x coordinate of a point P is twice its y coordinate. P is equidistant from 2, -5 and -3 then the P point equidistant from. അപ്പോൾ ഇവിടെ Q 2, -5, ഇവിടെ R -3, 6. Given that PQ equal to PR, അപ്പോൾ PQ സ്ക്വയർ ഈക്വൽ ടു PR റൂട്ട് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാം. PQ 2 - 2y സ്ക്വയർ പ്ലസ്, അല്ലെങ്കിൽ തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, 2y - 2 ഹോൾ സ്ക്വയർ പ്ലസ് y - y + 5 whole square equal to 2y - 2y plus 3 square plus y - 6 square എന്ന് എഴുതാം. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 4y square minus 8y plus 4 plus y square plus 10y plus 25 equal to 4y square plus 12y plus 9 plus y square minus 12y plus 36. അപ്പം y കിട്ടിയ ആൻസറായി. 4y square 4y square കട്ടായി, y square കട്ടായി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുമ്പോൾ -8y plus 10y 2y ആണ്. ഇത് plus 29 equal to 12y minus 12y കട്ടായി. 36 plus 9 ഇത് 45 ആണ്. 36 plus 9 that is 45 ആണ്. അപ്പോൾ ആൻസറിലേക്ക് വരാലോ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ 2y is equal to എത്ര വരും? 2y equal to 45 minus 29 16 വരും. y is equal to 8 വരും. y എന്ന് പറഞ്ഞാൽ 8 ആണ്. y 8 ആണെങ്കിൽ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. p എന്ന് പറഞ്ഞാൽ 2y 16,8 ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 16,8 ഓപ്ഷൻ. നല്ല ക്വസ്റ്റ്യൻ. ഇത്രയും ചെയ്തതിൽ ഏറ്റവും ഇത്തിരി ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻ ആണത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും നമ്മൾ ചെയ്തതിൽ ഏറ്റവും നല്ല ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 16,8 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the points x4 lies on a circle whose center is at the origin. ഇതാണ് സർക്കിൾ. This is the circle. Center is origin. X axis, y axis. Center is origin. Radius 5 ആണ്. Radius is 5. Then the value of x. If the point x4 lies on the circle. അപ്പോൾ x4 ഇതാണെന്ന് വിചാരിക്കാം. നമുക്ക് ഇതാണ് x,4 എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ റേഡിയസ്, അപ്പോൾ ഇതും 5 തന്നെയായിരിക്കും. ദിസ് ഈസ് ഓൾസോ 5. ഇതും 5 തന്നെയായിരിക്കും. റേഡിയസ് ആണല്ലോ. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇത് നമുക്ക് O ഇത് A ആണെന്ന് വിചാരിക്കാം. ഡിസ്റ്റൻസ് OA എന്ന് പറഞ്ഞാൽ 5 ആണ് റേഡിയസ്. അപ്പോൾ OA സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. OA എന്ന് പറഞ്ഞാൽ x - 0 സ്ക്വയർ പ്ലസ് 4 - 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. x square plus 16 equal to 25. X square equal to 25 minus 16. That is 9. X is equal to plus or minus 3. Root 9 plus or minus 3 ആണ്. X is equal to plus or minus 3. So option D is the answer. Option 4 is the answer. Option 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ 4 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ്സ്. അപ്പോൾ ഇത് നമുക്ക് x1 y1, ഇത് x2 y2. അപ്പോൾ ഡിസ്റ്റൻസ് പറയുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് ഫോർമുല y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആണ് റൂട്ട് ഓഫ് x2 നെഗറ്റീവ് m മൈനസ് m ഹോൾ സ്ക്വയർ പ്ലസ് y2 n മൈനസ് മൈനസ് n ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് മൈനസ് 2m സ്ക്വയർ പ്ലസ് n സ്ക്വയർ 2n സ്ക്വയർ. That is equal to root of 4m square plus 4n square. That is root of 4 into m square plus n square. 4 പുറത്തേക്ക് എടുക്കുക, റൂട്ടിൽ നിന്നാണ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ റൂട്ട് 4 വരും. 2 into root of m. നല്ല ക്വസ്റ്റ്യൻ ആണല്ലേ. 2 into root of m square plus n square is the answer. Option 3 is the answer. Option 3 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ്. ഇത് ഈസി ആണല്ലോ. ദിസ് ഈസ് x1, ദിസ് ഈസ് y1, ദിസ് ഈസ് x2, ദിസ് ഈസ് y2. ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് a മൈനസ് b മൈനസ് 0 സ്ക്വയർ പ്ലസ് a പ്ലസ് b മൈനസ് 0 സ്ക്വയർ. ദാറ്റ് ഈസ് a മൈനസ് b സ്ക്വയർ പ്ലസ് a പ്ലസ് b സ്ക്വയർ. ഇത് ഫണ്ടമെന്റൽ സെറ്റ് ഐഡന്റിറ്റി ആണ്. ഡയറക്റ്റ് ഫോർമുല ഉപയോഗിക്കാം, വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. 2ab മൈനസ് 2b ക്യാൻസൽ. റൂട്ട് ഓഫ് 2a സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് അത്ര ഓപ്ഷൻ നേരെ കിടപ്പുണ്ടല്ലോ. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദെൻ ദ വാല്യൂ ഓഫ് മിഡ് പോയിന്റ് ഫോർമുല അറിയാലോ. എ എന്ന് പറയുന്ന പോയിന്റ് സപ്പോസ് ദിസ് ഈസ് x1 y1. ബി എന്ന് പറയുന്ന പോയിന്റ് സപ്പോസ് ദിസ് ഈസ് x2 y2. സപ്പോസ് സി ഈസ് ദ മിഡ് പോയിന്റ്. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x1 പ്ലസ് x2 by2 കോമ, ഇതാണ് ഫോർമുല. y1 പ്ലസ് y2 by2 ആയിരിക്കും. അപ്പോൾ മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്. മിഡ് പോയിന്റ് ഈസ് a പ്ലസ് 2 by2 കോമ 4 പ്ലസ് 2b by2. ദിസ് ഇസ് ദ മിഡ് പോയിന്റ്. ദാറ്റ് ഈസ് 2,6. അപ്പോൾ കമ്പയർ ചെയ്യുക. രണ്ട് ഓർഡിനറി പെയർ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റും കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് എ പ്ലസ് 2 by2 2 ആണ്. 4 പ്ലസ് 2b by2 6 ആണ്. എ പ്ലസ് 2 4 ആണ്. എ ഈസ് ഈക്വൽ ടു 2 ആണ്. അതേപോലെ ഇവിടെ 4 പ്ലസ് 2b 12 ആണ്. 2b 4 അങ്ങോട്ടേക്ക് എടുക്കുക, 8 വരും. b 4 വരും. എ 2 ആണ്, ബി 4 വരും. അപ്പോൾ എ പ്ലസ് ബി ആണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് 2 പ്ലസ് 4 ഈക്വൽ ടു 6. 6 ഈസ് ദി ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. 6 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. 6 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Two of the vertices of triangle PQR. Okay, ഒരു ട്രയാങ്കിൾ PQR the coordinates of a point which divides PQ in the ratio 2:1. അപ്പോൾ നമുക്ക് ആ PQ മാത്രം എടുത്താൽ മതി. P -1 5 Q 5,2. The coordinates of the point which divides PQ in the ratio 2:1. ഇത് നമുക്ക് 6 ആണെന്ന് വിചാരിക്കാം. 6 കണ്ടുപിടിക്കണം. അതിനൊരു ഫോർമുല ഉണ്ടല്ലോ. P x1 y1
ക്യൂ എക്സ് ടു വൈ ടു ആർ ഡിവൈഡ് ചെയ്യുന്നത് എം ഈസ് ടു എൻ ആണെങ്കിൽ ആറിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ, ഇതാണ് ഫോർമുല. ഇവിടെ ദിസ് ഈസ് എം, ദിസ് ഈസ് എൻ. അപ്പോൾ എം എക്സ് ടു ഇങ്ങനെ വരും കേട്ടോ. ആറിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ്സ് എം 2 into 5 plus 1 into -1 divided by 2 plus 1, comma. The y coordinates 2 into 2 plus 1 into 5 divided by 2 plus 1. That is R. 10 minus 1 by 3, comma 4 plus 5 by 3. R equal to 9 by 3, comma 9 by 3. That is 3, comma 3. 3, comma 3. Option 3 is the answer. 3, comma 3. Option 3 is the answer. Okay. അപ്പോൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The line represented by ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ എപ്പോഴും പാസ്, അത് അറിഞ്ഞിരിക്കണം കേട്ടോ. എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇങ്ങനെ പാസ് ചെയ്യുള്ളൂ. ഇതാണ് എ കോമ 0, ഇത് 0 കോമ ബി ആണ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് എ, ദിസ് ഡിസ്റ്റൻസ് ഈസ് ബി. എക്സിന് താഴെ വരുന്നത് ഇവിടെ വരും, ഒറിജിനിൽ നിന്ന് ഇത്ര അകലെ വരും 0,0. വൈയുടെ താഴെ വരുന്നത് ഇവിടെയും വരും. ഇതൊന്ന് അറിഞ്ഞിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഒന്നും കൂടി ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ലൈൻ വരയ്ക്കുമ്പോൾ, ഈ ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എവിടെ വരും? അപ്പോൾ ഇതാണ് ആ ലൈൻ എന്ന് വിചാരിക്കാം. ദിസ് ഇസ് എക്സ് ആക്സിസ്, ദിസ് ഇസ് വൈ ആക്സിസ്, ദിസ് ഇസ് ദ സ്ട്രെയിറ്റ് ലൈൻ, ദിസ് ഇസ് ദ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ. അപ്പോൾ ഈ ദൂരമാണ്, ഇത് 4 ആണ്, ഇത് 6 ആണ്. ദിസ് ഈസ് 4 0, ദിസ് ഈസ് 0,6 ആണ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഇത് ദിസ് ഈസ് പി, ദിസ് ഈസ് ക്യൂ. മിഡ് പോയിന്റ് അത് ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. മിഡ് പോയിന്റ് ഇവിടെ വരും. അപ്പോൾ 4 + 0/2 6 + 0/2 ഇതാണ് മിഡ് പോയിന്റ്. അപ്പോൾ 2,3 4/2 6/2 2,3 is the answer. 2,3 is നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി 3,2 എന്നൊക്കെ തന്നിട്ടുണ്ട്, തെറ്റിപ്പോരുത്. ഓപ്ഷൻ 1 is the answer. ഓപ്ഷൻ 1 is the answer. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The midpoint of the line segment join the points. അത് ഈസി അല്ലേ? മിഡ് പോയിന്റ് -4 + 4 0/2 5 + 6/2 അല്ലേ? അപ്പോൾ ഇത് 0 വരും, ഇത് 11/2. ലൈസോൺ 11/2. എക്സ് കോർഡിനേറ്റ് 0 ആകുമ്പോൾ അത് വൈ ആക്സിലായിരിക്കും. ഇത് എവിടെയായിരിക്കും? വൈ ആക്സിലായിരിക്കും. ഓപ്ഷൻ 2 ഈസ് ദ ആൻസർ. വൈ ആക്സിലായിരിക്കും. എക്സ് കോർഡിനേറ്റ് 0 ആകുമ്പോൾ അത് വൈ ആക്സിലായിരിക്കും. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. PQ is the diameter of a circle with the center 2 - 4. ഇപ്പോൾ ഒരു സർക്കിൾ, ഇത് അതിൻ്റെ സെൻറ്റർ ആണ്, ഇതാണ് PQ. ഡയമീറ്റർ അല്ലേ? സെൻറ്റർ ഇത് 2, -4 ആണ്. കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് P -4, 5 ആണ്. ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അത് നമുക്ക് x, y ആണെന്ന് വിചാരിക്കാം. അപ്പോൾ സെൻറ്ററിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും. മിഡ് പോയിന്റ് ഫോർമുല -4 + x/2 2 ആയിരിക്കും. അതേപോലെ 5 + y/2 -4 ആയിരിക്കും. ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ -4 + x 4 വരും. ഇത് പുറത്തേക്ക് എടുത്താൽ x = 8 എന്ന് വരും. ഇവിടെ എടുത്താൽ 5 + y = -8
y ഈക്വൽ ടു അപ്പുറത്തേക്ക് -13 വരും. Q ആണ് ചോദിച്ചിരിക്കുന്നത്. Q എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ x8 ആണ്, y എത്രയാണ്? -13 ആണ്. 8, -13. 8, -13. Option 4 is the answer. Option 4 is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. AD is the median of triangle ABC with vertices. അപ്പോൾ ഇതാണ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കാം. ഇത് A, ഇത് B, ഇത് C ആണ്. മീഡിയൻ എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റിലേക്ക് പോകുന്ന ലൈനാണ്. ദിസ് ഈസ് T, AD. A 5, -6, B 6, 4, C 0, 0 തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് AD ആണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് AD. D AC യുടെ മിഡ് പോയിന്റ് ആണല്ലോ. D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC. അപ്പോൾ D എന്തായിരിക്കും? 6 + 0/2 3, 4 + 0/2 2. ഇനി AD കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് AD റൂട്ട് ഓഫ് ഇത് x1 y1 ഇത് x2 y2 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ 3 - 5 whole square plus 2 - -6 whole square, that is root of 3 - 5 -2 ആണ് സ്ക്വയർ പ്ലസ് ഇത് 8 സ്ക്വയർ ആണ്, that is root of 4 + 64 equal to root of 68 units. Option 1 is the answer. Option 1 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. Option 1 is the answer. Okay. Option 1 is നല്ല ക്വസ്റ്റ്യൻ ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. സെൻറ്റർ ഓഫ് എ സർക്കിൾ ഈസ് അറ്റ് 2, 0. അപ്പോൾ ഒരു സർക്കിളാണ്, സെൻറ്റർ ഇതാണ്, സെൻറ്റർ അറ്റ് 2, 0 ആണ് സെൻറ്റർ. ഇഫ് വൺ എൻഡ് ഓഫ് ദ ഡയമീറ്റർ 6, 0 ആണ്. അതർ എൻഡ് ആണ് ചോദിച്ചുള്ളത്. ഇത് നമുക്ക് x, y ആണെന്ന് വിചാരിക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ സെൻറ്റർ മിഡ് പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം 6 + x by 2 ആണ്. അതേപോലെ 0 + y by 2 0 ആണ്. അപ്പോൾ ഇവിടെ 6 + x = 4 എന്ന് കൊടുക്കാം. x = 4 - 6 -2 ആണ്. ഇവിടെ y = 0 വരും. അപ്പോൾ -2, 0 എന്ന് വരും. -2, 0. ഓപ്ഷൻ 3 is the answer. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത സെഷനിൽ 25 ക്വസ്റ്റ്യൻസ് കൂടി ആൻസർ ചെയ്യും. താങ്ക് യു. ഹായ് ഡിയർ ചിൽഡ്രൻ, നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി സെക്കൻഡ് പാർട്ടിലേക്ക് പോയാണ്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം 50 ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസോടുണ്ട്. 25 ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ പാർട്ട് 2 കേട്ടോ, 25 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പാർട്ട് 2 26 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, നല്ലപോലെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അസർഷൻ റീസൺ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പോയിന്റ് അസർഷൻ വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ഇന്റേണലി ഇൻ ദ റേഷ്യോ 1:2 ഈസ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം, ശരിയാണോ നോക്കാം അല്ലേ. ഫോർമുല എന്താ? ഫോർ ഇന്റേണലി ആകുമ്പോൾ ഫോർമുല mx2 + nx1 / m + n ആണ്. my2 + ny1 / m + n ആണ്. m:n എന്ന് പറയുന്ന റേഷ്യോയിലാണെങ്കിൽ ഇവിടെ നമുക്ക് ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2, ദിസ് ഈസ് m, ദിസ് ഈസ് n. അപ്പോൾ 1 × mx2 അല്ലേ, 1 × -1 + 2 × 1 / 1 + 2 അല്ലേ, ഒരെണ്ണം കോമ. പിന്നെ my2 ആണ് 1 × 1 + ny1 ആണ്, ദാറ്റ് ഈസ് 2 × 2 / 1 + 2. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 - 1. ഇത് -1 അല്ലേ, 1/3 കോമ. ഇത് 4 + 1 5/3. ആണ്. അപ്പോൾ ശരിയാണോ? അത് mx2 അല്ലേ. mx2 എന്ന് പറയുമ്പോൾ
എം 1 ഇൻറ്റു -1. അപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു നെഗറ്റീവിൻ്റെ പ്രശ്നം വരുന്നില്ല അവിടെ, ഒരു നെഗറ്റീവിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അസർഷൻ എ ഫോൾസ് ആണ്. അസർഷൻ എ ഫോൾസ് ആണ്. റീസൺ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് വിച്ച് ഡിവൈഡ്സ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് mx2 m1 x2 ഇത് കറക്റ്റ് ആണ് റേഷ്യോ. അപ്പോൾ 4 ആണ് ആൻസർ കേട്ടോ. അസർഷൻ എ ഈസ് ഫോൾസ് ബട്ട് റീസൺ ആർ ഈസ് ട്രൂ. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The coordinates of the point A, where AB is the diameter of the circle whose center is 3 - 2 and അപ്പോൾ എ ബി ഇസ് ദ ഡയമീറ്റർ. അപ്പോൾ ഇതൊരു സർക്കിളാണ്, ഇത് സെൻറ്റർ ആണ്, എ ബി ഇതാണ് ഡയമീറ്റർ. The coordinates of the point A, where AB is the diameter of the circle whose center 3 - 2 ആണ് സെൻറ്റർ കേട്ടോ. ബി 7,4 ആണ്. അപ്പോൾ സി സെൻറ്റർ ആയതുകൊണ്ട് എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. ഇത് x,y ആണെന്ന് വിചാരിക്കാം. അപ്പോൾ x + 7/2 ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും, y + 4/2 - 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് x + 7 6 ആയിരിക്കും, x = -1 ആയിരിക്കും. ഇവിടെ y + 4 -4 വരും, y = -8 വരും. അപ്പോൾ -1, -8. Option 1 is the answer. -1, -8. Option 1 is the answer. ഇതാണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. The coordinates of the vertex of A of a triangle ABCD, rectangle whose 3 vertices are given as. അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ആണ്. ദിസ് ഈസ് ദ റെക്റ്റാങ്കിൾ എ ബി സി ഡി. എ ബി സി ഡി. ബി 0, 0, സി 3,0, ഡി 0,4 ആണ്. നമുക്ക് എയുടെ വെർട്ടെക്സ് ഇത് കണ്ടുപിടിക്കണം. പല മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഷോർട്ട് കട്ട് മെത്തേഡിൽ ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത് എയുടെ. ദിസ് പ്ലസ് ദിസ് മൈനസ് ദിസ്, അതായത് ഒരേ ഡയഗണലിൽ വരുന്ന ആഡ് ചെയ്യാം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും കൂടി ആഡ് ചെയ്യാം. 0 + 0 മൈനസ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്. ഒരേ ഡയഗണലിൽ വരുന്ന ആഡ് ചെയ്യാം, മറ്റേതിൽ മൈനസ് ചെയ്യാം. ഓക്കെ, അതൊരു വൈ കോർഡിനേറ്റ് 4 + 0 -0. ദിസ് ഈസ് ഈക്വൽ ടു എ ഓഫ് 0 + 0 0 -3, 4. (0 + 0) എ എന്ന് പറഞ്ഞാൽ 0 + 0 -3. ആ കോർഡിനേറ്റ് കാണുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഇതൊരു ഷോർട്ട് കട്ട്, പക്ഷെ നമ്മൾ വർക്കൗട്ട് ആവണില്ല. ആ കോർഡിനേറ്റ് കാണുന്നില്ല. നമുക്കൊരു പണി ചെയ്ത് നോക്കാം, ശരിയാണോ നോക്കാം. അല്ലെങ്കിൽ പ്രോപ്പർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് x, y ഇത് മിഡ് പോയിന്റ് ആണല്ലോ, ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ 0, 4 + 0/2 ഇത് മിഡ് പോയിന്റ് ആണ്. അപ്പോൾ x + 3/2 0 ആണ്, y + 0/2 3 ആണ്. അപ്പോൾ അത് തന്നെ വരും. x + 3 0 വരും, x = -3 വരും, y = 6 വരും. നേരത്തെ നമുക്ക് കിട്ടിയത് അങ്ങനെ തന്നെയാണ്. y = 6 വരും.
എക്സ് ഈക്വൽ ടു -3. കോർഡിനേറ്റ്സ് ശരിയല്ലേ? 0 0 3 0 D 0 4 ആണ്. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 3, വൈ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ. കോർഡിനേറ്റ്സിന് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, കോർഡിനേറ്റ്സ് ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് നോക്കാം. അത് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പോൾ ഒന്നും കൂടി നോക്കാം. കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാം. എക്സ് ആക്സിസ് ഇങ്ങനെ ചെയ്തിട്ട് കറക്റ്റ് ആവുന്നില്ല, ഓപ്ഷൻ കറക്റ്റ് ആവുന്നില്ല. നമുക്കത് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. എന്നാൽ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാം. ഇതാണ് 0 0, ഇത് ബി. പിന്നെ 3 0 3 0 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 3 0, ഇത് സി ആണ്. 0 4 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഡി. 0 4 ആണ്. അപ്പോൾ ശരിക്കും അത് ഇങ്ങനെ വരും. അപ്പോൾ എന്നാലേ കിട്ടുള്ളൂ. ഇതാണ് എ കേട്ടോ, ഇതാണ് എ, എന്നാലേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ഡയഗണൽ. അപ്പോൾ ഇത് മിഡ് പോയിന്റ് ആകുമ്പോൾ 3/2, 4/2 എന്ന് വരും. 3/2, 4/2. ഇത് എക്സ് വൈ ആണ്. 0 പ്ലസ് x/2 3/2 ആണ്. 0 പ്ലസ് y/2 4/2 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 3 വരും, വൈ ഈസ് ഈക്വൽ ടു 4 വരും. 3 4 കേട്ടോ. ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത ഫിഗർ വരച്ചാലേ കിട്ടുള്ളൂ. കറക്റ്റായിട്ട് ഫിഗർ വരച്ച് മാർക്ക് ചെയ്യാലേ കിട്ടുള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി വെറുതെ ഫിഗർ വരച്ച് ഫിഗർ ഒന്നും വരയ്ക്കാതെ ചെയ്താൽ അത് കിട്ടില്ല. ഓക്കെ, കറക്റ്റായിട്ട് ഫിഗർ വരച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് റീസൺ മനസ്സിലായല്ലോ, കറക്റ്റായിട്ട് ഫിഗർ വരയ്ക്കണം എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത അതാണ്. ഓക്കെ, ചില ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, ചില ക്വസ്റ്റ്യൻ 3 എബോവ് ആവറേജ് വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫിഗർ വരച്ച് തന്നെ അത് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. In what ratio does x-axis divides the line segment joining the points 3 6? അപ്പോൾ x-axis in what ratio does the x-axis divides the line segment joining? അപ്പോൾ ഇതാണ് ലൈൻ സെഗ്മെന്റ്. എ 3,6 ആണ്, ബി -12, -3 ആണ്. അപ്പോൾ m/n ഇത് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ അറ്റ് എക്സ് ആക്സിസ് വൈ കോർഡിനേറ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അറ്റ് എക്സ് ആക്സിൽ. ഇവിടെ നമുക്ക് ഇത് എക്സ്, ഇത് 0 ആയിരിക്കും. വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. വൈ കോർഡിനേറ്റ് നോക്കിയാൽ മതി. ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ m/2, m × -3 പ്ലസ് n/1, n × 6 ബൈ m പ്ലസ് n. വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ കോർഡിനേറ്റ് ഈസ് 0. എക്സ് കോർഡിനേറ്റ് ഇതാണ് വൈ കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ -12 m × -12 പ്ലസ് n × 3 3n ബൈ m പ്ലസ് n. ഇതാണ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്. ഓക്കെ, ഇത് ക്രോസ് ചെയ്യുന്ന സമയത്ത് -3m പ്ലസ് 6n = 0 എന്ന് വരും. അല്ലെങ്കിൽ -m പ്ലസ് 2n = 0 എന്ന് എഴുതാം. അല്ലെങ്കിൽ 2n = m ആവും. 2n = m ആവും. എക്സ് കോർഡിനേറ്റ് ആവശ്യമില്ല നമുക്ക്. അപ്പോൾ 2 = m/n ആവും. 2/1 = m/n ആവും. അപ്പോൾ m/n = 2:1 ആയിരിക്കും. 2:1. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. അപ്പോൾ ഇവിടുത്തെ ലോജിക് എന്ന് പറഞ്ഞാൽ, കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ സെൻസ് ഈസ് അറ്റ് എക്സ് ആക്സിസ് y = 0. വൈ കോർഡിനേറ്റ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആവശ്യമില്ല നമുക്ക്. ഞാൻ വെറുതെ എടുത്ത് കാണിച്ചതാണ്.
y coordinate equal to 0 എന്ന് കൊടുത്താൽ മതി. Y coordinate is equal to 0. You will get 2:1 is the answer. Okay, അടുത്തതിലേക്ക് പോവാം. The ratio in which the point of -4,6 divides the line segment. The ratio in which the point -4,6 divides. അവിടെ ഇവിടെയും റേഷ്യോ കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ a -6 10 b 3, -8 റേഷ്യോ ഇത് -4 6 ആണ്, ഇത് m/n ആണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. ഒന്ന് 3m plus -6n by m plus n -4 x കോർഡിനേറ്റിൻ്റെ -4. അതേപോലെ ഒരെണ്ണം കൂടി കിട്ടും y കോർഡിനേറ്റ്സ് എടുക്കുമ്പോൾ -8m plus 10n by m plus n 10n ഈക്വൽ ടു y കോർഡിനേറ്റ് 6 വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണ് 3m - 6n ഈക്വൽ ടു -4m - 4n. ഇങ്ങോട്ടേക്ക് എടുത്താൽ ഇങ്ങോട്ടേക്ക് എടുത്താൽ 3m plus 4m ഈക്വൽ ടു 6n - 4n. ഇത് 7m ഈസ് ഈക്വൽ ടു ഇത് 2n. 7m ഈസ് ഈക്വൽ ടു 2n. നമുക്ക് ഏതെങ്കിലും അപ്പോൾ ഇത് m/n ഈസ് ഈക്വൽ ടു 2/7. m/n ഈക്വൽ ടു 2:7. 2:7 is the answer. ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. 2:7. ഓപ്ഷൻ 3 is the answer. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Shivani is an interior decorator. To design her own living room, she designed wall shelves. The graph of intersecting wall shelves is given below. O is the origin. Then what are the coordinates of S? അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഫിഗർ ഷാർപ്പ് അല്ലാത്തതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് എസ്? എസ് എവിടെ കാണാൻ പറ്റുന്നില്ല. ഇതാണോ എസ്? സംശയം. ഇതാണെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് ഒറിജിൻ. ഇത് -6 ആണ്, ഇത് 4 ആണ്. അപ്പോൾ -6,4 എന്ന് പറയും. -6,4. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. കറക്റ്റായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ കണ്ടതിൽ ഇതാണ് എസ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് 0 0 ഇവിടെ -6 ആണ്, ഇവിടെ 4 ആണ് y കോർഡിനേറ്റ്. അപ്പോൾ -6 4 ആണ് ആൻസർ. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Shivani is an interior decorator to design her own. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. The coordinates of the midpoints of the line segment joining D and H. D എവിടെ? ഇതാണ് D. ഇത് D ആണ് കേട്ടോ. ഇത് 4 4 ആണ്. ഇത് 4,4 ആണ്. ഡി. എച്ച് എവിടെ? എച്ച് ഇതാണെന്ന് തോന്നുന്നു. എച്ച് ഇതാണെങ്കിൽ -6, ഇത് -8 ആണ്. എച്ച് ഇതാണെങ്കിൽ -6, -8. അപ്പൊ ഇന്ന് മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 4 plus -6/2 -8 plus 4/2 -2/2 -4/2 -1 -2. പക്ഷെ എനിക്കത് ഫിഗർ കാണാൻ പറ്റുന്നില്ല. ഓപ്ഷൻ അവിടെ ഇല്ല. കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഫിഗർ ഷാർപ്പല്ല, ക്ലിയർ ആവണില്ല കേട്ടോ. അതുകൊണ്ടാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ഡി ആൻഡ് എച്ച്. ഡി ഒന്നും കൂടി നോക്കട്ടെ ഞാൻ. ഓ ഡി അതല്ല കേട്ടോ. ഡി ഇതാണ് ഡി. ദിസ് ഈസ് ഡി. ഇതാണ് ഡി.
അതാണ് ഡി കേട്ടോ. ഡി എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ -2, -4 ആണ്. എച്ച് എവിടെയാണ് നോക്കട്ടെ. എച്ച് ഇതാണ്. ദിസ് ഈസ് എച്ച്. 8,2 ആണ്. അപ്പോൾ കറക്റ്റ് ആവും. 8,2 ആണ്. അപ്പോൾ -2 + 8/2 -4 + 2/2 4/2 -2/2 2, -. ഫിഗർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ചില രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, സാരില്ല പോട്ടെ. അത് ഫിഗർ കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. അടുത്ത നോക്കാം നമുക്ക്. ഇവിടെ എയും സിയും നോക്കാം. ഞാനത് കറക്റ്റായിട്ട് പറയാം. എ ആൻഡ് സി. ഇതാണ് എ കേട്ടോ. ദിസ് ഈസ് എ. ഇതാണ് എ തന്നിരിക്കുന്നത്. എ. സി എവിടെയാണ്? ദിസ് ഈസ് സി. ഇതാണ് സി. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഈ ദൂരം -2 ആണ്. -2 ഇത് 4 ആണ്. സി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് -4 ആണ്. The ratio in which the x-axis divides the line segment joining. അപ്പോൾ എ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. This is A. -2, 4. This is C. 4 - 4. എക്സ് ആക്സ് കട്ട് ചെയ്യുന്നു. അപ്പോൾ x, 0 ആയിരിക്കും. y കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ m/n റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y കോർഡിനേറ്റ് എടുത്താൽ മതി. -4n + 4n m + n = 0. y കോർഡിനേറ്റ് 0 ആണല്ലോ. അപ്പോൾ -4n + 4n 0 വരും. അപ്പോൾ 4m = 4n, m = n, m/n = 1/1, 1:1. Option 4 is the answer. Option 4 is the answer. Okay, option 4 is the answer. ഇതൊക്കെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് നോക്കാം എവിടെയാണ് പി കണ്ടുപിടിക്കണം. നമുക്ക് ഫിഗർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. പി ഇതാണ് പി. ദിസ് ഈസ് പി. ദിസ് പോയിന്റ് ഈസ് പി. അപ്പൊ പി എന്ന് പറയുന്നത് -6, -4 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജി. ജി ഏതാണെന്ന് നോക്കി. ജി ഫിഗറിൽ ഇതാണ് ജി. ദിസ് ഈസ് ജി. ദിസ് ഈസ് ജി. അപ്പോൾ ജി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണ്? 6 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 ആണ്. ജി 6,6 ആണ്. ജി 6, അപ്പോൾ -6 -4 6,6. ജി ഇത് 8 അല്ലേ? 8 ആണ്. 8,6 ആണ് കേട്ടോ. 8,6 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് പി ജി ആണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് പി ജി ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് √8 -6 സ്ക്വയർ +6 -4 സ്ക്വയർ. ദാറ്റ് ഈസ് √14 സ്ക്വയർ + 10 സ്ക്വയർ. √196 + 100. √296. √296. That is equal to 2 നമുക്ക് ഇങ്ങനെ എഴുതാം. വേണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ √4 × 74 എന്നാക്കാം. ദാറ്റ് ഈസ് 2√74. 4 × 74 ആണ് 296. ദാറ്റ് ഈസ് 2√74. അത്രയും യൂണിറ്റ്സ് എന്ന് വരും കേട്ടോ. ഇത് എല്ലാ വർഷവും ഇങ്ങനത്തെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നേക്കണം കേട്ടോ. എല്ലാ വർഷവും എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എടുത്തിട്ടുണ്ട്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഐ എവിടെ വന്നേക്കണത്? IJK ആണ്. ഐ ഫിഗറിൽ വന്നിരിക്കുന്നത് ഇവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ദിസ് ഈസ് ഐ, ദിസ് ഈസ് ഐ. ഐയുടെ കോർഡിനേറ്റ്സ് 2, -2 ആണ്. പിന്നെ ജെ ആണ്. ജെ എവിടെ വന്നിരിക്കുന്നത്? ഫിഗർ നോക്കൂ. ജെ വന്നിരിക്കുന്നത് ഫിഗർ ഷാർപ്പ് അല്ലാത്തതുകൊണ്ടാണ് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് കേട്ടോ. ജെ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഫിഗർ ഇത്തിരി തെളിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെയാണ് ജെ വന്നിരിക്കുന്നത്. ജെ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ജെയുടെ കോർഡിനേറ്റ്സ് 2, -6 ആണ്. 2, താഴെയാണല്ലോ. 2, -6 ആണ്. കെ എവിടെ വന്നിരിക്കുന്നത്? കെ വന്നിരിക്കുന്നത് നോക്കി. കെ, വേർ ഈസ് കെ? കെ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ദിസ് ഈസ് കെ. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് നോക്കി, ഫിഗർ നോക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 8, -6. 8, -6. എൽ എവിടെ വന്നിരിക്കുന്നത്? എൽ ഫിഗർ നോക്കൂ. എൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എൽ വന്നിരിക്കുന്നത് എവിടെയാണ്? എൽ വന്നിരിക്കുന്നത് ഇവിടെയാണ്. എൽ വന്നിരിക്കുന്നത് കെയുടെ മുകളിലായിട്ട്. അപ്പോൾ എല്ലിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് 8, -2 ആണ് ഫിഗറിൽ നിന്ന് കിട്ടുന്നത്. 8, -2. അപ്പോൾ 2, -2, 2, -6, 8, -6, 8, -2. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Students of a school are standing in rows and columns in their school playground to celebrate their annual sports day. A, B, C, and D are the positions of 4 students as shown in the figure. The figure formed by the 4 points A, B, C, D is. ഫിഗറിൽ നിന്ന് എയുടെ പൊസിഷൻ തന്നിരിക്കുന്നത്. ഫിഗർ കറക്റ്റ് ശരിക്കും കാണുന്നില്ല അല്ലേ? A 2, 5 ആണ്. ഞാനത് പറഞ്ഞുതരാം. A 2, 5 ആണ്. ബിയുടെ പൊസിഷൻ B 5, 7 കിടക്കുന്നത്. സി കിടക്കുന്നത് 8, 6 സി 8, 6 ഉള്ളത്. ഡി 6, 3 ഉള്ളത്. ഡി 6, ഇത്രയും നമ്മൾ ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കണം. ഇനി ഇത് സ്ക്വയർ ആണോ, പാരലോഗ്രാം ആണോ, റോംബസ് ആണോ എന്നുള്ളതിന് നമുക്ക് എന്ത് വേണ്ടി വരും? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. എ ബി കണ്ടുപിടിക്കണം. എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 7 - 5 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 5 - 2 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 9 + 4 റൂട്ട് ഓഫ് 13. അതേപോലെ ബി സി കണ്ടുപിടിക്കാം, സി ഡി കണ്ടുപിടിക്കാം. ഇതേപോലെയാണ് വരുന്നത്. എ ബി സി ഡി അല്ലേ? ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എ ബി കണ്ടുപിടിക്കാം. എ ബി കിട്ടി. സിമിലർ ബി സി, സി ഡി, ഡി എ, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാം. സിമിലർലി നമുക്ക് റൂട്ട് 13 കിട്ടി. ഇത് നമുക്ക് സിമിലർ മെത്തേഡ് റൂട്ട് 10 കിട്ടും. ഇത് റൂട്ട് 13 കിട്ടും. ഡി എ റൂട്ട് 20 എന്ന് കിട്ടും. ഡി എ റൂട്ട് 20. സോ എ ബി സി ഡി ഈസ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സ്ക്വയർ ആണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആവണം. പാരലോഗ്രാം ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവണം. റോംബസ് ആണെങ്കിൽ 4 സൈഡ്സ് ഈക്വൽ ആവണം. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ എന്നേ പറയാൻ നമുക്ക് പറ്റുള്ളൂ, കാരണം ഡിഫറൻ്റ് ആണ് കേട്ടോ. ഇറ്റ്സ് എ ക്വാഡ്രിലാറ്ററൽ എന്നേ പറയാൻ പറ്റും. ഗ്രാഫ് നോക്കി നമ്മൾ പോയിന്റ്സ് കണ്ടുപിടിക്കണം കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ഗ്രാഫ് തന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്
നമുക്ക് ഈ സെക്ഷൻ കംപ്ലീറ്റ് ഗ്രാഫ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 37. ക്വസ്റ്റ്യൻ നമ്പർ 37ലും ഇതേപോലെ തന്നെ നിങ്ങൾ ആ തന്നിരിക്കുന്ന പോയിന്റ്സ്, മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കേണ്ടി വരും. ഹിയർ ദ സ്പോർട്സ് ടീച്ചർ ഈസ് അറ്റ് 0. ഇവിടെയാണ് 0 ഒറിജിനൽ ആണ്. 0,0 ആണ് ഫിഗറിൽ വന്നിരിക്കുന്നത്. ഫിഗർ കറക്റ്റ് ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ള ഇത്തിരി തെളിച്ചക്കുറവുണ്ട് അതിന്. അപ്പോൾ OA എന്ന് പറഞ്ഞാൽ 2,5 കിടക്കുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 0 - 2 സ്ക്വയർ, അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആണ് റൂട്ട് ഓഫ് 29 വരും. റൂട്ട് ഓഫ് 29 നിയർലി 5.3. അതേപോലെ OB ബി കിടക്കുന്ന 5,7 കിടക്കുന്നത്. 5,7 OB എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ ആണ്. അത് അപ്രോക്സിമേറ്റ് ആയിട്ട് 74 റൂട്ട് 74 വരും. 8.6 അപ്രോക്സിമേറ്റ്. അതേപോലെ OC കിടക്കുന്നത് 86 അപ്പോൾ റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ റൂട്ട് 100 വരും. ദാറ്റ് ഈസ് പെർഫെക്റ്റ് സ്കോർ ആയിട്ട് കിട്ടി. 10 കിട്ടും നമുക്ക്. ഡി കിടക്കുന്നത് 63 അപ്പോൾ OD എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് 36 പ്ലസ് 9 റൂട്ട് ഓഫ് 45 എന്ന് വരും. റൂട്ട് ഓഫ് 45 is approximately equal to 6.7. 6.7 ആണ് യൂണിറ്റ്സ്. അപ്പോൾ ഏറ്റവും ചെറുതേതാണ്? OA is the minimum distance. ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് OA ആണ്. അപ്പോൾ A is the, അപ്പോൾ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും ഒറിജിനോട് ഏറ്റവും അടുത്ത് കിടക്കുക. അപ്പോൾ A is the closest to the sports teacher. ഈ ഫിഗർ നമുക്ക് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുള്ള തെളിച്ചക്കുറവുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേപോലെ തന്നെയാണ്. ഫിഗർ ഷാർപ്പല്ല. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെറൈറ്റി ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഇതും അതേപോലത്തെയാണ്, ഇതും എക്സാക്ട് അതേപോലത്തെയാണ്. യെസ്, അടുത്തത് നോക്കാം. The point on the x-axis which is equidistant from -4,0 and 10,0 x-axis അല്ലേ? x-axis ആര് 0 ആയിരിക്കും? y 0 ആയിരിക്കും. ഇത് x, ഇത് y. ഇതാണ് x-axis. അപ്പോൾ ഈ പോയിന്റ് ആണെന്ന് വിചാരിക്കാം. x,0 ഈക്വിഡിസ്റ്റന്റ് അല്ലേ? അപ്പോൾ -4,0 ഏകദേശം ഇവിടെ വരും. -4,0 10,0 ഇവിടെ വരുമെന്ന് വിചാരിക്കാം. അപ്രോക്സിമേറ്റ് ആയിട്ട് x-ആക്സിലെ പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ദൂരം, ഇത് നമുക്ക് A ആണെന്ന് വിചാരിക്കാം, ഇത് B ആണെന്ന് വിചാരിക്കാം, ഇത് C ആണെന്ന് വിചാരിക്കാം. ആസ് പെർ ക്വസ്റ്റ്യൻ AB = AC ആണ്. അപ്പോൾ AB സ്കോർ = AC സ്കോർ എന്നും പറയാം. ഇത് -4,0 ആണ്, ഇത് 10,0 ആണ്. അപ്പോൾ അതിൽ നിന്ന് നോക്കി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റുമല്ലോ. ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാലോ. പോയിന്റ് ഓൺ ദി x-axis which is equidistant. ഈക്വിഡിസ്റ്റന്റ് ആവുമ്പോൾ എന്താ അവിടുത്തെ കോമൺ സെൻസ്? A എന്ന് പറയുന്നത് BCയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഈക്വിഡിസ്റ്റന്റ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത്, അതായത് AB-യും AC-യും ഈക്വൽ ആണ്. അപ്പോൾ A is the മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ചാൽ പോരെ. അപ്പോൾ -4 + 10/2 ആണ് x. അപ്പോൾ -4 + 10 6/2 x ആണ്. x is equal to 3 ആണ്. മറ്റേത് 0 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ 3,0
ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the point PK0 divides the line segment joining the points A2 minus 2B negative in the ratio, then the value of K. Okay, K0. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഡിവൈഡ് ദ ലൈൻ സെഗ്മെന്റ് A2 minus 2 B minus 7 4 in the ratio 1:2, then the value of K. അപ്പോൾ നമുക്ക് ഇത് K, 0 ആണ്. അപ്പോൾ K എന്ന് പറഞ്ഞാൽ 1 into minus 7 plus 2 into 2 into 2, 1 into minus 7 plus 2 x coordinates എടുത്താൽ മതി. 2 into 2 divided by 1 plus 2. K is equal to 7 plus 4 by 3, 11 by 3. mx2 1:2 അല്ലേ? അപ്പോൾ mx2 1 into minus 7 plus nx1 2 into 2 1 into 7 1 into minus 7 plus 2 into 2. അപ്പോൾ എത്ര വരും? -7 അല്ലേ? -7 ആകുമ്പോൾ എത്ര വരും? -3 by 3 -1 -1. 4 is the answer. Option 4 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The center of a circle whose end points, ഇത് ഈസി ആണല്ലോ. ഇതാണ് സർക്കിൾ, അതിന്റെ സെന്റർ. ദിസ് ഈസ് ദ സെന്റർ. ഓക്കെ, എ തന്നിട്ടുണ്ട് -6 3 ആണ്. ബി തന്നിട്ടുണ്ട് 6,4 ആണ്. സെന്റർ തന്നെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ -6 plus 6 by 2 3 plus 4 by 2. ഇത് 0 ആണ്. 7 by 2 0,7 by 2. ഓപ്ഷൻ 3 is the answer. ഒരു സംശയമില്ല, കറക്റ്റ് ആൻസർ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The point on the x-axis nearest to the point 4 -5. The point on the x-axis nearest. അപ്പോൾ നമുക്കൊരു റഫായിട്ടൊരു ഫിഗർ വെച്ചാൽ പെട്ടെന്ന് കിട്ടും. നോക്കാം നമുക്ക്. അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോളോ ഉപയോഗിക്കേണ്ടി വരും. എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇതാണ് 0 -4. ഇത് -4 ആണെന്ന് വിചാരിക്കാം. -1 -2 -3 -4 -1 -2 -3 -4 -5. ഇത് ഇവിടെ വരും കേട്ടോ. -4 -5 0 0 ഇവിടെ വരും. -4 0 ഇവിടെ വരും, ഇവിടെ വരും. -5 0 ഇവിടെ വരും, ഇവിടെ -5 0. √40 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 6 പോയിന്റ് വരും, അത് ഇവിടെ വരും, കുറേ ദൂരം വരും. എപ്പോഴും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും ചെറുതാവുക. ഡിസ്റ്റൻസ് ഇതാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു സംശയമില്ല, -4,0 ഇസ് ദി ആൻസർ. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുക, ടൈം കൺസ്യൂമിംഗ് ആണ്. ഫിഗർ വരച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ. അതാണ് നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്യുക അവിടെ. അല്ലാതെ ഫോർമുലയൊക്കെ ഉപയോഗിച്ചാൽ ഒരുപാട് സമയം പോകും. x, y is 5 units from the origin. How many such points in the third quadrant? തേർഡ് ക്വാഡ്രന്റിൽ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ? നമുക്കത് ഇൻഫൈനറ്റ് അല്ലേ? തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് തേർഡ് ക്വാഡ്രന്റ്. ഇതാണ് ഒറിജിൻ. ഒരുപാട് പോയിന്റ്സ്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് വരും 5 യൂണിറ്റ്സിന്റെ. ഇൻഫൈനറ്റ്ലി മെനി. അതൊക്കെ നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് 5 യൂണിറ്റ്സ് റേഡിയസിനകത്ത് വരും, ഇഷ്ടം പോലെ വരും. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ആയിരിക്കും വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The coordinates of the center of the circle O and a point on the circle N are shown in the figure below. What is the radius of the circle? ഇത് O is the
the coordinates of the center of the circle O center ആണ് n ഇത് സർക്കിളിലെ പോയിന്റ് ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് O n ആണ്. സോ റൂട്ട് ഓഫ് -4 minus 2.4 square plus 3 minus 1.8 square. അത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1.6 സ്ക്വയർ, നെഗറ്റീവ് ഇടാൻ കുഴപ്പമൊന്നുമില്ല, പ്ലസ് മറ്റേ 1.2 സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1.6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 1.6 ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് വരും. 2.56 എഴുതാം. 2.56 പ്ലസ് ഇത് 1.44 ആണ്. ദാറ്റ് ഈസ് റൂട്ട് 4 ആണ്. ദാറ്റ് ഈസ് 2 ആണ് ആൻസർ. 2 units is the answer. 2 units is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Assertion and reason type ആണ്. If the coordinates of the midpoint of the sides AB and AC of triangle ABC are D, then BC is equal to 20. നോക്കാം നമുക്ക് അല്ലേ. ഇവിടെ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABC. The coordinates of the midpoints of the sides AB and AC. ABയുടെ midpoint D 3,5 ആണ്. അതേപോലെ ACയുടെ midpoint -3 ആണ്. ഇതാണ് midpoints. Then BC is equal to 20. Then BC is equal to 20. ഓക്കെ. ഇവിടെ ഇത് ഇ അല്ലേ. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ബി സി ആണ്. നല്ല ക്വസ്റ്റ്യൻ കേട്ടോ, ഇത് ഓർക്കണം. 9ാം ക്ലാസ്സിൽ പഠിച്ച ഈ റിസൾട്ട് ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഡി ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി ആണ്. ഡി ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി ആണ്. അങ്ങനെയാണെങ്കിൽ ഡി എന്താ? ബി സി എന്ന് പറഞ്ഞാൽ 2 times ഡി ആണല്ലോ. അപ്പോൾ ഡി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റൂട്ട് ഓഫ് 3 minus 3 സ്ക്വയർ പ്ലസ് 5 minus 3 സ്ക്വയർ റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ദാറ്റ് ഈസ് 10. കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഡി 10 ആവുമ്പോൾ 2 into 10 20 ആണ്. കറക്റ്റ് ആണ്. ഓക്കെ. Assertion A is correct. Assertion A is correct. The line joining the midpoints of two sides of a triangle is parallel to the third side and equal to half of it. Very good. അത് നിങ്ങൾ 9th പഠിച്ചായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ 10th പഠിച്ചു കാണും അത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്ഷൻ 1 കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ 1 ഇസ് ദ കറക്റ്റ് ആൻസർ. ഒരു സംശയവുമില്ല, ഷാർപ്പാണ്. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A point on the x-axis divides the line segment joining in the ratio. The point is അത് ഈസി ആണല്ലോ. അപ്പോൾ A 2 - 3 ആണ്. B 5,6 ആണ്. ഇൻ ദ റേഷ്യോ 1:2 ആണ്. നമുക്ക് ഈ പോയിന്റ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 1 into 5 plus 2 into 2 divided by 1 plus 2, 1 into 6 plus 2 into -3 divided by 1 plus 2. ഇതപ്പോൾ 9/3 വരും, 6 - 6 അത് 0 ആയി പോകും അല്ലേ. 0 വരും. 3,0. ഓപ്ഷൻ 3,0 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Find the ratio in which the line segment divide the x-axis. റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി നമുക്ക്. റേഷ്യോ m:n എന്ന് വിചാരിക്കാം. 2 - 3 ആണ്. 5,6 ആണ്. Find the ratio in which the line segment divides the x-axis. Divides the x-axis എന്ന് പറയുമ്പോൾ
വൈ 0 ആയിരിക്കും. വൈ കോർഡിനേറ്റ് മാത്രം കിട്ടിയാൽ മതി. എം ഇൻറ്റു 6m പ്ലസ് -3n ഡിവൈഡ് ബൈ എം പ്ലസ് n ഈക്വൽ ടു 0. 6m - 3n 0 വരും. 6m ഈക്വൽ ടു 3n വരും. m ബൈ n 3/6 1/2. 1:2. Option 1 is the answer. Option 1 is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The vertices of a parallelogram PQRS taken in order. Parallelogram അല്ലേ? Taken in order എന്ന് പറയുമ്പോൾ ഓർഡർ മാറരുത്. PQRS ഇങ്ങനെ എടുത്താൽ മതി. 3 4 -2 3 -3 -2 ഫോർത്ത് വെർട്ടെക്സ്. യെസ്, നേരത്തെ പറഞ്ഞ അതേ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അപ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ ഒരേ ഡയഗണൽ വരുന്ന ആഡ് ചെയ്യാം. 3 പ്ലസ് -3 -2 അപ്പോൾ 2 വരും. അതേപോലെ 4 പ്ലസ് -2 -3 വരും. അപ്പോൾ 2 -3 -1 വരും. 2, -1 ഷോർട്ട് കട്ടാണല്ലോ യൂസ് ചെയ്തത്, പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഒരേ ഡയഗണൽ വന്നിട്ട് ആഡ് ചെയ്തിട്ട് ഇവിടെ വരുന്നത് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇതാണ് ഷോർട്ട് കട്ട് ഫോർമുല. പവർഫുൾ. 2 -1 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. 2 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ ചെയ്തത്. പാർട്ട് 1, പാർട്ട് 2. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായതുകൊണ്ടാണ്. വേറൊന്നും ചോദിക്കാനില്ല. നിങ്ങൾ ഇപ്പോൾ ഈ പഠിച്ച 50 ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ you will get full marks from this section, no doubt. Okay, thank you.